രണ്ട് തവണ ബീഹാർ മുഖ്യമന്ത്രി, 8 തവണ ബീഹാർ നിയമസഭാംഗം, ഒരു തവണ ബീഹാറിന്റെ ഉപമുഖ്യമന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിച്ച ബീഹാറിൽ നിന്നുള്ള മുതിർന്ന സോഷ്യലിസ്റ്റ് നേതാവ്. ബീഹാറിലെ സമസ്തിപൂർ ജില്ലയിലെ പൗത്നാജ്ഞയിൽ ഒരു ദളിത് കുടുംബത്തിൽ ഗോകുൽ ഠാക്കൂറിന്റെയും രാം ദുലാരി ദേവിയുടെയും മകനായി 1924 ജനുവരി 24 ജനനം. BA ബിരുദമായിരുന്നു വിദ്യാഭ്യാസ യോഗ്യത. മഹാത്മാഗാന്ധിയും സത്യനാരായണ സിൻഹയുമായിരുന്നു ബാല്യകാലം മുതലേ അദ്ദേഹത്തിന്റെ ആദർശ പുരുഷന്മാർ. ഇവരുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായി കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ പഠനം ഉപേക്ഷിച്ച ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കാളിയായി. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനു ശേഷം 2 വർഷം ജയിലിൽ കടന്നു. അന്നു മുതൽ മരണം വരെ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു സമരമായിരുന്നു. മഹാത്മാഗാന്ധിയുടെയും സത്യനാരായണ സിൻഹയുടെയും ആശയങ്ങൾ ഉൾക്കൊണ്ട വിദ്യാർത്ഥി പ്രസ്ഥാനമായ AISF-ലൂടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് വേണ്ടി കോളേജ് വിട്ട കർപ്പൂരി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ച 2 വർഷം ജയിൽവാസവും അനുഭവിച്ചു. രാം മനോഹർ ലോഹിയാണ് കർപ്പൂരിയുടെ രാഷ്ട്രീയ ഗുരു. 1967 ലോഹിയുടെ മരണശേഷം കർപ്പൂരി ബീഹാറിലെ സോഷ്യലിസ്റ്റ് നേതൃനിരയിലെത്തി. നിതീഷ് കുമാർ, ലാലു പ്രസാദ് യാദവ്, രാംവിലാസ് പസ്വാൻ എന്നിവരെ ബീഹാർ രാഷ്ട്രീയത്തിലെത്തിച്ചത് കർപ്പൂരി ഠാക്കൂറിന്റെ പ്രവർത്തനങ്ങളാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ അധ്യാപകനായി ജോലി നോക്കി. വിദ്യാഭ്യാസത്തിന്റെ മൂല്യം അറിയാവുന്ന കർപ്പൂരി സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം സ്വന്തം ഗ്രാമത്തിൽ തന്നെ അധ്യാപകനായി ജോലി ആരംഭിച്ചു. ഇതിനിടെയായിരുന്നു സജീവ രാഷ്ട്രീയത്തിലുള്ള അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം. കന്യംഗം പിഴച്ചില്ല. 1952 തിരഞ്ഞെടുപ്പിൽ താജ്പൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച അദ്ദേഹം MLA ആയി. സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം. തൊഴിലാളി പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിന് 1960കളിലും 70കളിലും അദ്ദേഹം അറസ്റ്റിലായി. 1957 താജ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി ബീഹാർ നിയമസഭാംഗമായ അദ്ദേഹം 8 തവണ നിയമസഭാംഗമായും 2 തവണ ബീഹാർ മുഖ്യമന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1977 സമസ്തിപൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും ബീഹാർ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റതിനെ തുടർന്ന് ലോക്സഭാംഗത്വം രാജിവെച്ചു. 1978 നവംബറിലാണ് സർക്കാർ ജോലികളിൽ പിന്നോക്ക വിഭാഗക്കാർക്ക് 26% സംവരണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്യുന്ന മുംഗേരിലാൽ കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം നടപ്പിലാക്കിയത്. ഇത് ബീഹാർ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലുണ്ടായ സ്വാധീനം പിന്നീട് രാജ്യമാകെ പടർന്നു. 1990കളിൽ മണ്ഡൽ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കാൻ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗിന് കരുത്തു പകർന്നു നൽകിയത് ഇദ്ദേഹത്തിന്റെ ഈ നടപടികളാണ്. 1988 ഫെബ്രുവരി 17 പട്നയിൽ വെച്ച ഹൃദയാഘാതത്തെ തുടർന്ന് ഈ ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞു. ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം നൽകിയ സംഭാവനകൾ മരണശേഷവും സംസ്ഥാനം ഓർത്തു. ജന്മസ്ഥലമായ പൗത്താഞ്ചിയ മരണശേഷം കർപ്പൂരി എന്ന് അറിയപ്പെട്ടു. ബക്സറിൽ അദ്ദേഹത്തിന്റെ പേരിൽ ലോ കോളേജും സ്ഥാപിച്ചു. സ്മരണ പുതുക്കുന്നതിനായി തപാൽ വകുപ്പ് സ്റ്റാമ്പും പുറത്തിറക്കി. ദർഭംഗയ്ക്കും അമൃത്സറിനും ഇടയിൽ ഓടുന്ന ജൻനായക് എക്സ്പ്രസ് ട്രെയിൻ അദ്ദേഹത്തോടുള്ള സ്മരണയാണ്. ഇതിനെല്ലാം പുറമെയാണ് 100ാമത് ജന്മശതാബ്ദി വാർഷികമായ 2024 ഭാരതരത്ന നൽകി അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ ആദരിച്ചിരിക്കുന്നത്. അതെ, പാവങ്ങളുടെ യോദ്ധാവായ സമൂഹത്തിലെ അധികൃത വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി പൊരുതിയ കർപ്പൂരി ഠാക്കൂറിന് ഇതിലും മികച്ചൊരു വിശേഷണമില്ല.